ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സിജു വർഗീസ്. ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. ചാനലിൻ്റെ പേര് ക്ലാസിക് റൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും യാത്രയാണെന്ന്. അതും ക്ലാസിക്കായ യാത്രയാണ്. എന്ന് വെച്ചാൽ വിൻറ്റേജ് വണ്ടികളിലായിരിക്കും നമ്മുടെ മാക്സിമം യാത്ര. പഴയ കാലത്തെ ബൈക്കുകളും കാറുകളും അതിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് 85-95 കാലഘട്ടത്തിൽ റോഡിലെ രാജാവായിരുന്ന ഇന്ത്യൻ മസിൽ കാർ എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കോണ്ടസ ക്ലാസിക് കാറിലാണ് ഇന്ന് പോകുന്നത്. ആ കാറാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇന്ന് യാത്ര പോകുന്ന കോണ്ടസ ക്ലാസിക് കാർ. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, എല്ലാവരും കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന, ചെറുപ്പക്കാരായാലും കുട്ടികളായാലും മുതിർന്നവരായാലും നോക്കി നിന്ന് പോകുന്ന അത്രയ്ക്ക് മനോഹരമായ ഇന്ത്യൻ നിർമ്മിത ബ്രാൻഡായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ വണ്ടിയാണിത്, കോണ്ടസ ക്ലാസിക്. ഇന്ന് നമ്മൾ പോകുന്നത് വാൽപ്പാറയ്ക്കാണ്. വാൽപ്പാറ എന്ന് വെച്ചാൽ അറിയാമല്ലോ, കുറച്ച് ഓഫ് റോഡ് ഉണ്ടാവും, ഹൈ റേഞ്ചാണ്. 50-ഓളം ഹെയർ പിന്നുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു വിൻറ്റേജ് വണ്ടിയിലുള്ള യാത്ര ഒരു അഡ്വഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇനി നേരെ വാൽപ്പാറയ്ക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ്. ആലുവയിൽ നിന്ന് 5 വണ്ടിയാണ് നമ്മളൊപ്പം ഉള്ളത്. 5 കോണ്ടസ കാറുകൾ, എല്ലാം നല്ല അടിപൊളി കളറിലുള്ള സൂപ്പർ കാറുകളാണ്. എല്ലാം വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആദ്യം നമ്മൾ പോകുന്നത് ചാലക്കുടിയിലുള്ള സതീഷ്നാശൻ്റെ അടുത്തേക്കാണ്. ആശാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശാൻ വളരെ പാവമാണ്. ആശാൻ ഒരിക്കലും നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയാറില്ല. എന്ത് പണിയാണെങ്കിലും വിളി ചെയ്തു തരും. സ്പെയർ ഇല്ലെങ്കിലും അംബാസഡറിന്റെ സ്പെയർ എടുത്തിട്ട് ആശാൻ സൂട്ടാക്കുമല്ലോ. ഇങ്ങനെ നിരന്നിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ വന്നേക്കുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ കണ്ണുമുഴിച്ച് നോക്കിക്കണായിരുന്നു.
എന്താ സംഭവം. പോലീസുകാരാണെങ്കിലും എല്ലാവരും ചെക്ക് പോസ്റ്റ് കടന്ന് ഇനി നേരെ വാൽപ്പാറ റൂട്ടിലേക്കാണ് പോകുന്നത്. കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ പോവാം. എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ ഇഷ്ടമായ? സൂപ്പറാണോ? ഉറക്കമൊക്കെ കഴിഞ്ഞാ? അതാണ് തേയില. അങ്ങനെ നമ്മളിപ്പോ ഷോളയാർ ഡാമിലെത്തിയേക്കാണ്. ഡാമിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. മഴയൊക്കെ പെയ്തുകൊണ്ട് ഡാമിൽ നല്ല വെള്ളമുണ്ട്, പിന്നെ നല്ല പച്ചപ്പും. നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടേക്കാണ് എല്ലാവരും വരി. ഷോളയാർ ഡാമിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള റൂട്ടിലെ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. നോക്കിയേ, കാട്ടുപോത്ത്, നല്ല സൈസ് കാട്ടുപോത്ത്. ചെറിയൊരു പേടിയുണ്ടായിരുന്നു, അടുത്തേക്ക് വരുമോ ഇങ്ങോട്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല, അടുത്തേക്കൊന്നും വന്നില്ല. ഒരെണ്ണം അല്ലട്ടാ, അപ്പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും രണ്ടെണ്ണം വേറെ അവിടെ തേയിലത്തോട്ടത്തിൽ നിൽപ്പുണ്ട്. ചെക്കന് ഭയങ്കര സന്തോഷമായിപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. ആനനെ കണ്ടില്ലെങ്കിലും കാട്ടുപോത്തിനെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ല. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വാൽപ്പാറയിലെ റൊട്ടിക്കട എന്ന സ്ഥലത്ത് എത്തിയേക്കാണ്. അവിടെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണത്. റൂമിലെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ 5 കുട്ടന്മാരെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്, ലൈറ്റൊക്കെ കത്തിച്ച്.
നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ചെക്കൻ. ഈ നിപ്പ് കണ്ട് ആരും തെറ്റിയിരിക്കണ്ട കേട്ടോ, മൂത്രമൊഴിക്കാൻ നിൽക്കുകയൊന്നുമല്ല, സ്റ്റൈലിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കണ നിപ്പാണിത്. വാൽപ്പാറയോട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയുകയാണ്. എല്ലാ വണ്ടികളും റെഡിയായി നിൽക്കുകയാണ് പോകാൻ വേണ്ടി. റൂമിൽ നിന്ന് നേരെ അന്വേഷിച്ചിറങ്ങിയത് ഹോട്ടലാണ്. അങ്ങനെ റൊട്ടിക്കട എന്ന സ്ഥലത്ത്, ഈ റൊട്ടിക്കട എന്ന് പറഞ്ഞത് റൊട്ടിക്കട അല്ല കേട്ടോ, അത് സ്ഥലത്തിൻ്റെ പേരാണ്, വാൽപ്പാറയിലുള്ള റൊട്ടിക്കടൈ അങ്ങനെ എന്തോ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ആദ്യം കണ്ട ജംഗ്ഷനിലെ ഹോട്ടലിൽ തന്നെ കയറി. അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇഡ്ഡലിയാണ്. എല്ലാവരും ഇഡ്ഡലിയൊക്കെ കഴിച്ച്, പക്ഷേ നല്ല സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ജുവാൻ, എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടമായ? സൂപ്പർ സൂപ്പർ. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ടിൽ ഉള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, നല്ല കോടയെന്ന് വെച്ചാൽ നല്ല ഒരു രക്ഷയില്ലാത്ത കോടയായിരുന്നു. ചെക്കനാണെങ്കിൽ തണുത്തിട്ട് വിറക്കാനും തുടങ്ങി. ഫോൺ കയ്യിലില്ലേ? എൻ്റെ പേര് ജിബിൻ. ഞങ്ങൾ കൊച്ചിൻ കോണ്ടസ ക്ലബിലെ മെമ്പറാണ്. കൊച്ചിൻ കോണ്ടസ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു ക്ലബ്ബുണ്ട്, CCI എന്ന് പറയും. CCIയുടെ ഒരു കൊച്ചിൻ ചാപ്റ്ററാണ് ഈ കൊച്ചിൻ കോണ്ടസ ക്ലബ്ബ് എന്ന് പറയുന്നത്. നമ്മുടെ കോറൈഡർ റൂട്ട് പറഞ്ഞുതരാതെ കാടിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരികയാണ്. തണുപ്പും പുള്ളി മൊത്തം എൻജോയ് ചെയ്ത് വരികയാണ്.
പൊള്ളാച്ചി റൂട്ടിലേക്കുള്ള വഴിയൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ വഴി. ഹെയർ പിന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം 40 ഹെയർ പിന്നോളം ഉണ്ട്. നമ്മൾ പോണതേ. അപ്പോൾ താഴത്തുള്ള വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറാണ്. നോക്കി താഴെ എല്ലാം നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ നിർത്താനൊന്നും സൗകര്യം ഉണ്ടായില്ല. കാരണം ഒരു വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും നിർത്തേണ്ടി വരും. പിന്നെ പുറകിൽ വന്ന വണ്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. വലിയ ബസ്സൊക്കെ വരികയാണ്. അപ്പോൾ വളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓടിക്കണതെന്ന് വണ്ടി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം ഹെയർ പിന്നൊക്കെ ഈ പവർ സ്റ്റിയറിംഗ് അല്ലാത്ത പഴയ ലോറിയും ബസ്സൊക്കെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ വണ്ടിയും ഹെയർ പിൻ ഇറങ്ങി വന്ന വരവ് കണ്ട മാക്സിമം എന്തോരം വീശിയെടുക്കാൻ പറ്റുമോ അത്രയും വീശിയാണ് ഓരോ വണ്ടികൾ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അധികം ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് കയറ്റിയ വണ്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമേ. 40 ഹെയർ പിൻ എങ്ങനെയായിരുന്നു? അടിപൊളി പവർ സ്റ്റിയറിംഗ് ആയിരുന്നു. ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു. കാരണം 17 ഇഞ്ച് വീല ഇതിൻ്റെ കിടക്കണതേ. അപ്പോൾ കുറച്ച് സ്ട്രെയിൻ കൂടും വണ്ടിക്ക്. അതുകൊണ്ട് മാക്സിമം ലോറി എടുക്കണ പോലെ മാക്സിമം വീശിയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ഭംഗിയായിട്ട് തിരിച്ചെത്തി. ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത പുതിയ ക്ലാസിക് വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.